സി കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 2-ാം അധ്യായത്തിലെ 2-ാം ഭാഗമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ നമ്മോടൊപ്പം ചർച്ചകൾക്കും വിഷയാവതരണം നേതൃത്വം നൽകുന്നത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട പാമ്പ്ളാനി അച്ഛനാണ്. പാമ്പ്ളാനി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംശയ നിവാരണത്തിനും വിശ്വാസസംബന്ധമായ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നെത്തിയിരിക്കുന്നത് വായാട്ടുറുമ്പ് ഫൊറോനിലെ യുവതി യുവാക്കന്മാരാണ്. നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥമാണ് നമ്മുടെ പഠന വിഷയം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇതോടകം നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുക ഈ വിശ്വാസം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളായത് എന്തുകൊണ്ട്? നമ്മൾ ക്രിസ്ത്യാനികളായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പേരും ക്രിസ്ത്യാനികളായത് അല്ലേ? അതല്ല എങ്കിൽ ഈശോ മിശിഹ ജനിച്ചത് 2000 കൊല്ലം മുമ്പാണ്. 2000 കൊല്ലം മുമ്പ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഈ 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും കൈമാറാൻ സഭയ്ക്ക് എങ്ങനെ കഴിയുന്നു, ഇതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നമുക്കറിയാം ഈശോയ്ക്ക് താൻ ചെയ്തവ ചെയ്യാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അവസാനത്തോളം അതിരുകളോളം പറയാനും വേണ്ടി ഈശോ കണ്ടുപിടിച്ച വഴി എന്താണ്? അവിടുന്ന് കുറച്ച് പേരെ തൻ്റെ ഒപ്പം ആയിരിക്കാൻ തിരഞ്ഞെടുത്തു. അവരെ എന്തെന്നാ വിളിക്കുക? ശിഷ്യന്മാർ എന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി നിയതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പസ്തോലന്മാർ എന്ന് പറയും അല്ലേ? 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ അപ്പസ്തോലന്മാർ തങ്ങൾ ക്രിസ്തുവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ചു. അതാണ് ഈ വിശ്വാസ കൈമാറ്റത്തിൻ്റെ ആദ്യതലം, അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം. ഈശോ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു. അപ്പസ്തോലന്മാർ തങ്ങളുടെ മുൻപിലെത്തിയ ആളുകളെ ഈ വിശ്വാസം പഠിപ്പിച്ചു. ഇത് ഒരു വാചിക പാരമ്പര്യത്തിൻ്റെ കാലമാണ്. വാചിക പാരമ്പര്യം എന്തായിരിക്കും? ഈ വാചിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാത്യു, എന്താണ് വാചിക പാരമ്പര്യം? വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന. വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്യുന്ന നല്ല ഉത്തരമാണ്. അതായത് വാക്കുകളിലൂടെ കൈമാറ്റം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച് കൈമാറിയതിനെയാണ് എന്തെന്ന് പറയുക? വാചിക പാരമ്പര്യം. പക്ഷെ അപ്പസ്തോലന്മാർക്ക് ഒരു ചിരഞ്ജീവികളൊന്നുമല്ല. ഒരു കുറേ കഴിയുമ്പോൾ അവർ മരിച്ചു പോകും അല്ലേ? അപ്പോൾ അപ്പസ്തോലന്മാർ ഒന്നൊന്നായി മരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചിന്തിച്ചു, കൃത്യമായി ഈ വചനങ്ങൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തായി മാറി? അത് ലിഖിത രൂപത്തിലേക്ക് മാറി. ലിഖിത രൂപം. അപ്പോൾ ഈശോ പഠിപ്പിച്ചു, അത് പ്രസംഗിച്ചു, അത് എഴുത്തിലാക്കി. ഈശോ പഠിപ്പിച്ചതോ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതോ ആയ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. സുവിശേഷങ്ങളായി 4 എത്ര എണ്ണം ഉണ്ട് നമ്മുടെ പുതിയ നിയമത്തിൽ? 4 സുവിശേഷമുണ്ട് അല്ലേ? അപ്പസ്തോലന്മാർ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. അപ്പോൾ തീർച്ചയായും വേറെയും സുവിശേഷ പ്രഘോഷണം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ? വേറെ സുവിശേഷ പ്രഘോഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം പത്രോസ്ലീഹ പ്രസംഗിച്ചതിൻ്റെ ചുരുക്കം ഒരുപക്ഷെ മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. പൗലോസ്ലീഹ പ്രസംഗിച്ചതിൻ്റെ ചുരുക്കം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. തോമാസ്ലീഹ ഇന്ത്യയെ വന്ന് സുവിശേഷം പ്രസംഗിച്ചു അല്ലേ? അത് ഏതെങ്കിലും സുവിശേഷമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തോമായുടെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമുണ്ട്. പക്ഷേ അത് മറ്റു സുവിശേഷങ്ങൾ പോലെ സഭയുടെ അംഗീകാരമുള്ള സുവിശേഷമല്ല. 12 അപ്പസ്തോലന്മാരെങ്കിലും സുവിശേഷം പ്രസംഗിച്ചല്ലോ, അവരുടെ പ്രസംഗം ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്?
വാചിക പാരമ്പര്യം പൂർണ്ണമായും ലിഖിത രൂപത്തിൽ ആയിട്ടില്ല, അല്ലേ? അപ്പം നോക്കിക്കേ, ഈ പുസ്തകം മാത്രം, പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടത് മാത്രം വായിച്ചാൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനായും കിട്ടുമോ? കിട്ടിയല്ല. കാരണം എന്താണ്? ഈ വാചിക പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ പുസ്തക രൂപത്തിലായിട്ടുള്ളൂ. അതിൽ നിന്നാണ് സഭ വലിയൊരു ദർശനം അവതരിപ്പിക്കുക. ഈ സാർവത്രിക മതബോധന ഗ്രന്ഥം പറയുന്നത് ദൈവീക വെളിപാട് കൈമാറ്റം ചെയ്യപ്പെടുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്ന്, സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും 2 ലിഖിത രൂപത്തിലുള്ള ബൈബിളിലൂടെയും. മനസ്സിലാവുന്നു? 2 പാരമ്പര്യങ്ങൾ, 2 വഴികൾ ഏതൊക്കെയാണ്? ഒന്ന്, ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിള്. 2, സഭയുടെ വിശുദ്ധ പാരമ്പര്യം, അല്ലേ? ഏതൊക്കെയാണ്? ബൈബിളും സഭയുടെ വിശുദ്ധ പാരമ്പര്യം. ബൈബിളും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകും. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പാരമ്പര്യം വേണ്ട, ബൈബിൾ മാത്രം മതി എന്ന് വാദിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ സഭയിൽ ഒരു വിപ്ലവം കൊണ്ടുവന്നുവെന്ന് നിങ്ങൾക്കറിയാം. ആ വിപ്ലവത്തെയാണ് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം അഥവാ നവീകരണ വിപ്ലവം എന്ന് വിളിക്കുക. ഈ വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഊന്നൽ എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ലൂതർ പഠിപ്പിച്ചു. അതിനെയാണ് ബൈബിൾ മാത്രം മതി, സോളാ സ്ക്രിപ്തൂര എന്നൊരു വാദമായിട്ട് പിൽക്കാലത്ത് അറിയപ്പെടുന്നു. ബൈബിൾ മാത്രം മതി. അതാരുടെ വാദമായിരുന്നു? മാർട്ടിൻ ലൂതറുടെ വാദം. മാർട്ടിൻ ലൂതറുടെ ഈ വാദം പിൽക്കാലത്തെ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും അംഗീകരിക്കുകയില്ല എന്നൊരു നിലപാട് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ സ്വീകരിച്ചു. പക്ഷേ കത്തോലിക്ക സഭ, അതുപോലെ തന്നെ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകൾ, അതിൽ യാക്കോബായ സഭകളുണ്ട്, ഓർത്തഡോക്സ് സഭകളുണ്ട്, ഗ്രീക്ക് സഭ, കോപ്റ്റിക് സഭ, ബൈസൻ്റൈൻ സഭ, ഇവരൊക്കെ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളാണ്. ഈ സഭകളെല്ലാം ബൈബിളിനോടൊപ്പം പാരമ്പര്യത്തിനും പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ യുക്തി തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്? ഈശോ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ലിഖിത രൂപത്തിൽ നമുക്ക് ലഭ്യമല്ല. ഈശോയിലൂടെ കിട്ടിയ വെളിപാട് ഒരു പുസ്തക രൂപത്തിലല്ല നമുക്ക് കിട്ടിയത്. ഉദാഹരണം പറഞ്ഞാൽ, ഈശോ മിശിഹ ഇങ്ങനെ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ഒരു ബുക്ക് എടുക്കുക, പേനായും കൊടുത്തു, ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യം എഴുതുക. മൊത്തം എഴുതിയ ശേഷം ഈശോ അത് വായിച്ചു, കറക്റ്റ് ചെയ്തു, ഇതാ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു, ഇതാണ് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം എന്നും പറഞ്ഞൊരു പുസ്തകം എടുത്ത് ഈശോ തന്നതായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ ബൈബിളിൽ ഇല്ലാത്തതൊന്നും സ്വീകരിക്കാൻ പറ്റിയല്ല. ഈശോ അങ്ങനെ ഒരു പുസ്തകം എഴുതിയില്ല. മറിച്ച് ഈശോ എന്തു ചെയ്തു? ഈശോ തന്നെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് ക്രിസ്തുമതം ഒരു മതഗ്രന്ഥത്തിൻ്റെ മതമല്ല. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ ഓഫ് ദ ബുക്ക്. ഒരു പുസ്തകത്തിൻ്റെ മതമല്ല ക്രിസ്തുമതം. മറിച്ച് ഈ ക്രിസ്തുമതം ദൈവവചനത്തിൻ്റെ മതമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി. വചനം എന്ന് പറഞ്ഞാൽ അത് ഈശോ മിശിഹ തന്നെ. ഈശോ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. താൻ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തി, താൻ പ്രവർത്തിച്ച കാര്യങ്ങളിലൂടെ ഈശോ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. കുരിശേൽ സ്വയം മരിച്ച് ഈശോ ആ വെളിപാട് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോയുടെ വെളിപാട് എന്ന് പറഞ്ഞാൽ ഏതൊരു പുസ്തകത്തിൽ എഴുതപ്പെട്ട വരികളോ അതല്ല എങ്കിൽ ഈശോ നടത്തിയ ഏതാനും പ്രസംഗങ്ങളോ അല്ല. ഈശോ എന്ന വ്യക്തി മുഴുവനുമായാണ് ഈശോ എന്ന വെളിപാട്, അല്ലേ? ആ വെളിപാടിനെ ദൈവം ഭരമേൽപ്പിച്ചത് സഭയ്ക്കാണ്. പുസ്തകം എഴുതുന്നതിന് പകരം ഈശോ
തൻ്റെ വെളിപാട് കൈമാറാൻ വേണ്ടി കണ്ടുപിടിച്ചത് സഭയെയാണ്. അതുകൊണ്ട് സഭ ക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ അവിടുത്തെ വിശ്വസിച്ചു, എങ്ങനെ ഈശോയെ ആരാധിച്ചു, എങ്ങനെ ഈശോയെ സ്തുതിച്ചു തുടങ്ങിയ എല്ലാ കാര്യങ്ങളൂടെ ചേർന്നതാണ് സഭയുടെ വിശുദ്ധ പാരമ്പര്യം. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ പള്ളിക്കാർക്കും ഒരു പാരമ്പര്യം കാണും, ഓരോ വീട്ടുകാർക്കും ഒരു പാരമ്പര്യം കാണും. അതുപോലത്തെ പാരമ്പര്യത്തെ അല്ല നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളിപാടിൻ്റെ സമഗ്രതയായ സത്യത്തെയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്തായി തീർന്നത്? ബൈബിളായി തീർന്നു. അപ്പോൾ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ആ വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം ബൈബിളായി മാറി. അതിൻ്റെ ബാക്കി ആയി സഭയിലുള്ള കാര്യങ്ങളെ പാരമ്പര്യങ്ങൾ എന്ന് ബഹുവചന രൂപത്തിലും പറയും. അപ്പോൾ പാരമ്പര്യം ബൈബിൾ എന്ന് പറയുന്നത് ഈശോ മിശിഹ എന്ന സത്യത്തെ അതിൻ്റെ സമഗ്രതയിൽ പൂർണ്ണതയിൽ മനസ്സിലാക്കാനുള്ള രണ്ട് വഴികളാണ്. ഏതൊക്കെയാണ് വഴികൾ? ബൈബിളും പാരമ്പര്യവും. ഓക്കെ, ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത് മനുഷ്യർ കണ്ടുപിടിച്ചൊരു കാര്യമല്ല. ഈ പാരമ്പര്യത്തെ മുമ്പോട്ട് നയിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. ദൈവവചനത്തിലൂടെ സംസാരിച്ച അതേ പരിശുദ്ധാത്മാവാണ് സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിലെ സഭാപിതാക്കന്മാരുടെയും സൂനകദോസുകളുടെയും മാർപ്പാപ്പമാരുടെയും എല്ലാം പ്രബോധനം ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിനെയാണ് മജിസ്തേരിയം, സഭയുടെ പ്രബോധന അധികാരം എന്ന് പറയും. പ്രബോധന അധികാരത്തിന് ലത്തീനിൽ പറയുന്ന വാക്കാണേത്? മജിസ്തേരിയം. മാജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്നൊക്കെയുള്ള വാക്ക് അതിൽ നിന്ന് വന്ന് വിധിയാളൻ, തീർപ്പ് കൽപ്പിക്കുന്നയാൾ, സഭ അന്തിമ വാക്ക് പറയാൻ ചുമതലപ്പെട്ടയാളാണ്. പക്ഷേ മാർപ്പാപ്പായ്ക്കും മെത്രാനും അച്ഛനും മാത്രമല്ല, എല്ലാ വിശ്വാസിക്കും ഈ പാരമ്പര്യം ലഭിച്ചിട്ടുണ്ട്. അതിനെയാണ് സെൻസൂസ് ഫിദേലിയും, വിശ്വാസികളുടെ വിശ്വാസ അവബോധം എന്ന് പറയും. വിശ്വാസികൾ ഓരോരുത്തർക്കും അവബോധമുണ്ട്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് പാരമ്പര്യം. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്കുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ പാരമ്പര്യം ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ പാരമ്പര്യം നൽകിയിരിക്കുന്നത് മാർപ്പാപ്പായ്ക്കും മെത്രാനിച്ചന്മാർക്കും പിന്നെ കുറച്ച് അച്ഛന്മാർക്കും എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. അതല്ല, ഈ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് സഭയുടെ പ്രബോധന അധികാരത്തിലൂടെയും വിശ്വാസികളുടെ ദൈവാവബോധത്തിലൂടെയുമാണ്. ഓരോ വിശ്വാസിക്കും ഈ പാരമ്പര്യം കൈമാറി കിട്ടിയിട്ടുണ്ട്. തനിക്ക് കിട്ടിയ വിശ്വാസത്തെ ആ വ്യക്തി വളർത്തി അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളോട് ആദ്യമായി ഈശോ മിശിഹായെക്കുറിച്ച് പറഞ്ഞു തന്നാരാ? നിങ്ങളെ അപ്പനും അമ്മയാണ് അല്ലേ? അവർ ഇതുപോലെ സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം വായിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചേ? അല്ല. അവരത് കിട്ടിയത് എങ്ങനെയാണ്? അവർക്ക് കിട്ടിയ ഒരു ദൈവാവബോധമുണ്ട്. അവരത് അടുത്ത തലമുറയിലേക്ക് കൈമാറി. അപ്രകാരമുള്ള വിശ്വാസ കൈമാറ്റവും എന്തിൻ്റെ ഭാഗമാണ്? പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പാരമ്പര്യം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ വരരുത്. ഇത് സഭയുടെ അധികാരികൾ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ആശയമാണ് പാരമ്പര്യം എന്ന് ലൂതറൊക്കെ വാദിക്കുന്നത് ശരിയല്ല. അപ്രകാരമല്ല നമ്മൾ പാരമ്പര്യത്തെ മനസ്സിലാക്കേണ്ടത്. പാരമ്പര്യത്തിന് സഭാധികാരികൾക്കും പ്രാധാന്യമുണ്ട്. ഓരോ വിശ്വാസിക്കും ഈ പാരമ്പര്യം കൈമാറി കിട്ടിയിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്രകാരം വിശ്വാസികളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് വിശ്വാസ സത്യമായി തീരുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഈ പാരമ്പര്യങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടത് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിനെ ധ്യാനിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ സഭയുടെ പാരമ്പര്യമാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്.
ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ രൂപപ്പെട്ടു വന്നതാണ് സഭയുടെ ആരാധനാക്രമം. വിശുദ്ധ കുർബാന, കൂദാശകൾ ഇവയെല്ലാം നാം സ്വീകരിക്കുകയും പരികർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ സഭയുടെ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്, അല്ലേ? അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, നാളിതുവരെയുമുള്ള സഭയിലെ സൂനകദോസുകളുടെ പഠനങ്ങൾ, ഇവയെല്ലാം നാം പഠിക്കുമ്പോൾ സഭയുടെ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുകയും. വിശ്വാസം ശോഷിച്ചു പോകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ശരിയായ വിശ്വാസ കൈമാറ്റം നടക്കുന്നില്ല. കൈമാറുമ്പോൾ കുറേ ചോർന്നു പോകുന്നു, ഇല്ലേ? കൈക്കകത്ത് വെള്ളം എടുത്ത് അടുത്ത ആളുടെ കയ്യിലോട്ട് കൊടുത്തു, അയാൾ അപ്പുറത്തെ ആൾക്ക് കൊടുത്തു, അങ്ങനെ കൊടുത്ത് ഇങ്ങ് പോയി കഴിഞ്ഞാൽ ടിൻഡു കയ്യിൽ ഒരു കൈ വെള്ളം കോരി അടുത്ത ആൾക്ക് കൊടുത്തു. അവസാനം അത് മൂന്നാമത്തെ നാലാമത്തെ ആളുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും എന്തായിപ്പോയി? അയാൾക്ക് കൈമാറാനൊന്നുമില്ല, ചോർന്നു പോയി. വിശ്വാസ കൈമാറ്റം ശരിയാം വിധത്തിൽ നടന്നില്ല എങ്കിൽ ഇപ്പം ചുമ്മാ ആക്ഷനേ ഉള്ളൂ, ഒന്നും കൈമാറുന്നില്ല, ഇല്ലേ? അഞ്ചാമത്തെ ആൾക്ക് ആറാമത്തെ ആൾക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ല, ചുമ്മാ കൈ കാണിച്ചതേ ഉള്ളൂ. ഇപ്പം പലപ്പോഴും പറ്റുന്ന ഇതാണ്, നമ്മൾ ആരും കൈമാറുന്നില്ല. കൈമാറാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. വിശ്വാസത്തിന് ശോഷണം, ചോർച്ച സംഭവിച്ചു എന്നുള്ളതാണ് ആധുനികതയിലെ വലിയ പ്രതിസന്ധി. യുവജനങ്ങളെല്ലാം ശരിയായ രീതിയിൽ വിശ്വാസം സിദ്ധിച്ചവരല്ല, അവർ വിശ്വാസത്തിൻ്റെ വഴിയിലല്ല എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന തലമുറ കുറ്റം പറയുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്നാ? യുവജനങ്ങൾക്ക് ശരിയായ വിശ്വാസ കൈമാറ്റം നടത്തുന്നതിൽ മുതിർന്ന തലമുറയ്ക്ക് വീഴ്ച സംഭവിച്ചു. മുതിർന്ന തലമുറയ്ക്ക് ശരിയായ വിശ്വാസം കൈമാറുന്നതിൽ ഞങ്ങൾ സഭയിലെ അച്ഛന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ വിശ്വാസ കൈമാറ്റത്തിലെ വീഴ്ച തലമുറകളിലെ വിശ്വാസക്ഷയത്തിന് കാരണമാകും എന്ന മുന്നറിയിപ്പോടെയാണ് ഈ 2-ാം അധ്യായം അവസാനിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കും. മനസ്സിലാവുന്നു? അപ്പോൾ ചുരുക്കി 2-3 കാര്യങ്ങളായി പറഞ്ഞാൽ, സഭയിൽ വിശ്വാസം കൈമാറുന്നത് ലിഖിത ബൈബിളിലൂടെയും വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെയും. ഇത് രണ്ടും ചേർന്നതാണ് വെളിപാടിൻ്റെ സമഗ്രത എന്ന് പറയും. ഈ കൈമാറ്റത്തിൽ ഈശോ സഭയെയാണ് ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് സഭ വിശ്വസിച്ചതും സഭ ആചരിച്ചതും സഭ പ്രഘോഷിച്ചതുമായ എല്ലാ സത്യങ്ങളൂടെ ചേർന്നതാണ് എന്ത്? സഭയുടെ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയും. ഈ പാരമ്പര്യം സഭാധികാരികൾക്ക് മാത്രമല്ല കൈമാറി കിട്ടിയത്, ഓരോ വിശ്വാസിക്കും കൈമാറി കിട്ടിയിട്ടുണ്ട്. ഈ കൈമാറ്റം ശരിയായ വിധത്തിൽ നടന്നില്ല എങ്കിൽ സഭയിൽ വലിയ വിശ്വാസ ശോഷണം സംഭവിക്കും എന്ന സത്യം. ഇത്രയും ആശയങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കമായിട്ട് മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കും. തീർച്ചയായും ഈ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ യുവാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള അവസരമാണ്. നിങ്ങളുടെ സംശയങ്ങളിലൂടെ ഈ ആശയത്തെ കൂടുതൽ വിശദീകരിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും നമുക്കും പ്രേക്ഷകർക്കും ഇടവരും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നിങ്ങൾ വളരെ ചിന്തിച്ചും ആലോചിച്ചും ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങളും വാസ്തവത്തിൽ നമ്മളെ കേൾക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ കൂടിയാണ് എന്ന അവബോധത്തോടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അച്ഛനോട് നമുക്ക് സംശയങ്ങൾ ചോദിച്ചു തുടങ്ങാം. ആദ്യമായി ചോദ്യം ചോദിക്കുന്ന ആരാണ്? അശ്വിനാണ് ചോദിക്കുന്നത്. അശ്വിൻ ചോദിച്ചോളൂ. അച്ഛൻ, ഈ പാരമ്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ, ബൈബിളുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അശ്വിൻ ചോദിച്ച ചോദ്യം പലർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മലയാളത്തിൽ പാരമ്പര്യം എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മനുഷ്യർ ഒരു മാമൂലുകളായിട്ട് ഒരു ആചാരമായിട്ട് ഒക്കെ തുടരുന്നത്. ഇപ്പം പെണ്ണുങ്ങൾ വലതുകാല് വെച്ച് നവവധു വീട്ടിൽ കയറേണ്ടത് വലതുകാല് വെച്ചാണ്. അതൊരു പാരമ്പര്യമായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലേ? നിങ്ങളൊക്കെ ഇപ്പോഴേ പരിശീലിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ?
വലതുകാല് വെച്ച് കയറാൻ വേണ്ടി. അതൊരു നാട്ടുനടപ്പ്, ഒരു പാരമ്പര്യം. അതിനെ അല്ല നമ്മൾ ബൈബിളിൽ അല്ലെങ്കിൽ സഭയിൽ വിശ്വാസ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക ഈശോ മിശിഹായിലൂടെ കൈമാറി കിട്ടിയ ദൈവീക വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടണമെങ്കിൽ ലിഖിത രൂപത്തിലുള്ള ബൈബിളും അതുപോലെ സഭയുടെ പാരമ്പര്യവും ആവശ്യമുണ്ട്. കാരണം എന്താണ്? ഞാൻ ആരംഭത്തിലെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചായിരുന്നു. ഈശോ തന്നത് സഭയെയാണ്. ഈശോ ഒരു പുസ്തകം എഴുതി തന്നില്ല. അതുകൊണ്ട് പുസ്തകം മാത്രം മതി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈ പുസ്തകത്തിൽ പറയാത്ത മറ്റനേകം കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ വയ്ക്കാൻ ഈ ലോകം തന്നെ മതിയാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഈ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞത് കൂടാതെ ഒട്ടനവധി കാര്യങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഈശോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം അവയെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ എന്തു വേണം? പാരമ്പര്യങ്ങൾ വേണം. അതിനെയാണ് സഭ പാരമ്പര്യം എന്ന് പറയുക. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം ഈ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് പാരമ്പര്യവും വചനവും കൂടി ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? വെളിപാടിൻ്റെ പൂർണ്ണത ഉണ്ടാവുക. ഒരു കാര്യം കൂടി അതിനോട് ചേർക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ബൈബിൾ ഇന്ന് കാണുന്ന രൂപത്തിൽ വന്നത് എപ്പോഴാണ്? 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. 382 ദമാസൂസ് 1 മാർപ്പാപ്പ ഈ 73 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ഇവയാണ് ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥം എന്ന് പേരിട്ട് ഒറ്റ പുസ്തകമാക്കി വിശുദ്ധ ബൈബിളാക്കി ജെറോം എന്ന പുണ്യവാളൻ്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ബൈബിൾ എന്ന ഒരു ഗ്രന്ഥം നമുക്കുണ്ടായത്. അതായത് ലിഖിത രൂപത്തിലുള്ള വചനം പോലും സഭാ പാരമ്പര്യത്തിലൂടെയാണ് രൂപം കൊണ്ടത് എന്നുകൂടി ചിന്തിക്കുമ്പോൾ ഈ പാരമ്പര്യവും എഴുതപ്പെട്ട വചനവും തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അശ്വിൻ എന്ത് തോന്നുന്നു? ഗുഡ്. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും തമ്മിൽ വൈരുദ്ധ്യമില്ല, സാമ്യങ്ങളാണുള്ളതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അടുത്തതായി ചോദിക്കുന്നത് ടിനു ആണ്. ടിനുവിന് ചോദിക്കാം. എന്തുകൊണ്ടാണ് സഭ പാരമ്പര്യം തുടരുന്നത്? ഇതിനൊരു മാറ്റം വന്നാൽ എന്താണ് കുഴപ്പം? ഈ പാരമ്പര്യത്തിന് മാറ്റം വന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിന് മാറ്റം വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിൾ ആർക്കെങ്കിലും മാറ്റി എഴുതാൻ പറ്റുമോ? ഇല്ല. പാരമ്പര്യം നമ്മൾ തുടങ്ങിയതാണ് എങ്കിൽ നമുക്കത് മാറ്റാൻ അവകാശമുണ്ട്. അപ്രകാരമുള്ള പാരമ്പര്യങ്ങൾ സഭയിൽ മാറ്റുന്നുണ്ട്, മാറ്റപ്പെടേണ്ടതുമാണ്, ഇല്ലേ? സഭയിൽ പല കാര്യങ്ങളും ശരിയായ ദിശയിലല്ലാതെ പോയ ചില പാരമ്പര്യങ്ങളെ സഭ തിരുത്തിയിട്ടുണ്ട്. ഇപ്പം ദണ്ഡവിമോചനങ്ങളെ നേർച്ചപ്പണത്തിന് വേണ്ടി വിറ്റ ഒരു പാരമ്പര്യം ജർമ്മനിയിലെ ഒരു രൂപതയിൽ തുടങ്ങിയതാണ്. ആ പാരമ്പര്യത്തെ സഭ തിരുത്തിയിട്ടുണ്ട്, ഇല്ലേ? കൂദാശകളെക്കാളും പ്രാധാന്യം നൊവേനയ്ക്കും മറ്റ് കർമ്മങ്ങൾക്കും നൽകിയ ഒരു കാലം വന്നപ്പോൾ അതിനെയും സഭ തിരുത്തി. തെറ്റായ പാരമ്പര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാരമ്പര്യവും പാരമ്പര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഏകവചനവും ബഹുവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാരമ്പര്യം എന്ന് ഏകവചനത്തിൽ പറയുമ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഈശോ മിശിഹായിലൂടെ നമുക്ക് കിട്ടിയ വെളിപാടിൻ്റെ പൂർണ്ണതയാണ് അത് സൂചിപ്പിക്കുക. അതിന് മാറ്റം വരുത്താൻ പറ്റിയല്ല. അതേസമയം അതിൽ നിന്ന് ഉത്ഭവിച്ചതും അതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ ആരംഭിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പല പാരമ്പര്യങ്ങളുമുണ്ട്. അതിൽ മാനുഷികമായ കുറവുകൾ, തെറ്റുകൾ കടന്നുകൂടാം, അത് തിരുത്താവുന്നതുമാണ്. അതേസമയം യഥാർത്ഥ പാരമ്പര്യം, യേശുവിൽ നിന്ന് കിട്ടിയ വെളിപാട്, അതിനെ തിരുത്താൻ നമുക്കാവില്ല. യഥാർത്ഥ പാരമ്പര്യങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമാണെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ ഉന്നയിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതലായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും സമയം തീരാറായതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചർച്ചകൾ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്.
അതുവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക. കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സി കാറ്റ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528.